എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കരുണാസമ്പന്നനായ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവ് പ്രവചന്റെ പുസ്തകമാണ്. നമുക്കറിയാം, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദമായി ശക്തനായി നിന്ന ഒരു പ്രവാചകനാണ്. മനുഷ്യന്റെ ദുഷ്പ്രവൃത്തി മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർക്കുള്ള ന്യായവിധി, അതിനുശേഷമായി വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്കുള്ള ദൈവത്തിന്റെ സൗജന്യമായ കൃപ, അതിനുശേഷമായി യേശുക്രിസ്തു മൂലം ദൈവം മനുഷ്യർക്ക് നൽകുന്ന സൗജന്യമായ രക്ഷ, ഇത്യാദി കാര്യങ്ങളാണ് യെശയ്യാ പ്രവചനത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സമയം മുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എന്തിനാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉദ്ദേശമേ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ: ദൈവത്തോടു കൂടെ വസിപ്പാൻ, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആ ദൈവ തേജസ്സിൽ മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നാൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യർ ദൈവത്തിൽ നിന്ന് ഒരുപാട് മാറി മാറി സഞ്ചരിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ കൽപ്പന അവർ ലംഘിക്കുവാൻ ഇടയായി. അത് നിമിത്തം ദൈവവും ഈ മനുഷ്യരുമായുള്ള ആ സംസർഗം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായി. ഇങ്ങനെ അകന്നുപോയ ഈ ജനത്തെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് കരുണയുള്ള ഈ ദൈവം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ ദൈവത്തെ നിരസിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ പുറകിലെറിഞ്ഞുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചതുകൊണ്ടാണ് ശക്തനായ ഒരു പ്രവാചകനായ യെശയ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ച് വീണ്ടും ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാനായി അദ്ദേഹത്തിലൂടെ പ്രവചന ശബ്ദമായി ഈ യെശയ്യാ പ്രവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നോക്കൂ, യെശയ്യാവ് 54:10 തിരുവചനം ഇങ്ങനെ പറയുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോയാലും ദൈവത്തിൻ്റെ ദയ മനുഷ്യനിൽ നിന്നും മാറിപ്പോകുന്നില്ല. ദൈവം, യഹോവയായ ദൈവം കരുണയുള്ള ദൈവമാണെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം മാറിയാലും ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയും സ്നേഹവും ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെ, ആമേൻ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി ഇന്ന് അഭിമാനത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ, ഒരിക്കൽ പോലും വിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഒരു കാരണവശാലും നമുക്ക് യോഗ്യതയില്ലാതിരുന്നു. എന്നാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയും: യഹോവ കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് അതൊരിക്കലും മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനോടുള്ളത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന ഈ മനുഷ്യനെ എപ്പോഴും ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങളെ കൊടുത്ത്, പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, ന്യായപ്രമാണങ്ങളിലൂടെ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കൊടുത്ത് ഈ മനുഷ്യനെ ഈ പാപപ്രവൃത്തിയിൽ നിന്ന് മോചിപ്പിച്ച് എങ്ങനെയെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് മടക്കി വരുത്തണമെന്ന ഒറ്റ ആഗ്രഹത്തോടെയാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ സമയത്ത് എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്, പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ എത്രയോ സാഹചര്യങ്ങൾ നാം തെറ്റിപ്പോകാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകി തന്ന സൗജന്യമായ ഈ രക്ഷ എത്രമാത്രം നമ്മൾ അതിനെ പ്രഷ്യസ് ആയി കരുതുന്നുണ്ട്, എത്രമാത്രം നമ്മൾ അതിനെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കരുതുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഒരു രക്ഷയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, മനുഷ്യനൊന്ന് പുറകോട്ട് ചിന്തിക്കേണ്ടത് എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, ഈ ഭൂമിയിലേക്ക് വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി കർത്താവിൻ്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ
പുതിയ നിയമം മുഴുവനും, ലേഖനങ്ങൾ മുഴുവനും നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും വളരെയധികം ഭയത്തോടെ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ പ്രവാസം മുന്നോട്ട് നയിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അതേ കാലഘട്ടം ആ ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ അവരുടെ തോന്നിയ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള വഴികളിൽ അവർ നടക്കുകയും ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിപരീതമായി അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ അതേ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജനം എത്തി നിൽക്കുന്നത്. പലപ്പോഴും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഈ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരല്ല. പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ കരുണാസമ്പന്നനായ ദൈവം, ആമേൻ, പിതാവായ ദൈവം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ മധ്യസ്ഥനായി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഈ പിതാവായ ദൈവം ഈ തോട്ടക്കാരനോട് പറയുന്നുണ്ട്, ഇതിനെ വെട്ടിക്കളഞ്ഞേരെ, ഫലമില്ല, ഇത് നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറയുമ്പോഴും ഈ നമ്മുടെ തോട്ടക്കാരനായി നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുകയാണ്. ഇല്ല, വരട്ടെ, വെട്ടിക്കളയാൻ വരട്ടെ, 1 വർഷം കൂടി നോക്കാം, മേലാൽ കായ്ച്ചില്ലെങ്കിലോ നമുക്ക് വെട്ടിക്കളയാം. എന്നാൽ ഹല്ലേലൂയ, ഓരോ അവസരം ദൈവം നമുക്ക് നൽകുമ്പോൾ നാളെ നമ്മുടേതാണോ, നാളത്തെ ദിവസം നമുക്കുള്ളതാണോ എന്ന് നമുക്കറിയില്ല ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന ചിന്തയിൽ ആമേൻ യേശു കർത്താവിൻ്റെ വരവ് എന്നാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മരണം എന്നാണെന്നോ നമുക്ക് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ എത്തണം. ഇല്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ പ്രവചനത്തിൽ പറയുന്നത് പോലെ അനേക സന്ദർഭങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവർ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം മറുപടി കൊടുത്തു. ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും ദൈവത്തെ മറന്ന് ദൈവഹിതമല്ലാത്ത മ്ലേച്ഛമായ പല രീതിയിൽ ദൈവജനം അല്ലെങ്കിൽ അന്നത്തെ ജനം പോയി കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ കരുണയുള്ള കരം അവരോട് കൂടെ ഇരുന്ന് വീണ്ടും അവരെ മടക്കി വരുത്തിയതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഇതേ ദൈവം യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മടങ്ങി വരവ് നോക്കി. അതുകൊണ്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കരുണാസമ്പന്നനായ ആ ദൈവം പറയുകയാണ്, നിങ്ങൾ മടങ്ങിവാ, എൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങിവാ. ഇത് തന്നെയാണ് യേശയ്യാവ് വിളിച്ചു പറഞ്ഞത്. ഇത് തന്നെയാണ് പ്രവാചകന്മാർ മുഴുവനും വിളിച്ചു പറഞ്ഞത്. ആമേൻ. ഇന്ന് ഈ പകൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയുവാനുള്ളത്, ആ പ്രവാചകൻ വിളിച്ച് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ, ആമേൻ, ഓരോ ദിവസവും നമുക്ക് നൽകി തരുന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ആ ദിനം എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റല്ലേ ദൈവമേ, ഈ നിമിഷമാണോ അടുത്ത നിമിഷമാണോ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എപ്പോൾ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും ആ നിമിഷം എൻ്റെ സൃഷ്ടാവിങ്കിലേക്ക് എനിക്ക് സന്തോഷത്തോടെ എത്തിച്ചേരാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിച്ചു. അങ്ങനെ അല്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് നെടുമ്പാട് വീഴാം, നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാം. എന്നിട്ട് ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, അത് ഞാൻ വായിച്ചതുപോലെ എന്തെല്ലാം മാറിപ്പോയാലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടു മാറുന്നില്ല, ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നമ്മളെ വിട്ടു മാറുന്നില്ല. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മളെ ഒന്ന് മടക്കി വരുത്താൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഒരു മടങ്ങി വരുവിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് യു.